ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ മാത്സിലെ 4ാമത്തെ ചാപ്റ്റർ റെസിപ്രോക്കൽസ് ആണ്. അതിലെ പേജ് നമ്പർ 64 ആക്ടിവിറ്റീസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പേജ് നമ്പർ 67 4 പ്രോബ്ലംസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ 4 ക്വസ്റ്റ്യനുള്ള സിമ്പിളാണ്. 27 സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് ഗോട്ട് A+ ഇൻ മാത്സ്. അപ്പോൾ എത്ര കുട്ടികൾക്കാണ് A+ കിട്ടിയത്? 27 കുട്ടികൾക്കാണ് കിട്ടിയത്. ദേ ഫോം 3/4 ദ എൻ്റയർ ക്ലാസ്. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദർ ഇൻ ദ ക്ലാസ്? ഇത് കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. എക്സാമിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹൂ ഗോട്ട് A+ 27 ആണ്. എത്ര കുട്ടികൾക്കാണ് A+ കിട്ടിയത്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹൂ ഗോട്ട് A+ 27 ആണ്. അപ്പോൾ അത് എത്രയാണെന്നാണ് പറഞ്ഞത്? 3/4 ആണ് എൻ്റെ ക്ലാസ് എന്ന് പറയുന്നത്. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ സ്റ്റുഡൻസിനെയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 27നെ ഡിവൈഡഡ് ബൈ 3/4 ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനൊരു എളുപ്പ വഴി എന്ന് വെച്ചിട്ട് 27 ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇൻറ്റു ചെയ്യാം. ഇൻറ്റു ചെയ്യുമ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ കാണണം. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ഇതിനെ മൊത്തത്തിൽ തിരിച്ചിടും. ഇവിടെ 3/4 ആണെച്ചാൽ ഇവിടെ 4/3 എല്ലാം ഓപ്പോസിറ്റ് ആക്കുക. മനസ്സിലായല്ലോ? ഓപ്പോസിറ്റ് ആക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 27 ആയിരുന്നു, അതിനെ ഡിവിഷൻ എന്നുള്ളത് നമ്മൾ ഇൻറ്റു ആക്കി. പിന്നെ ഇവിടെ 3 ഉള്ളിടത്ത് നമ്മൾ താഴത്തേത് ഇട്ടു, 4/3 ഇട്ടു. എല്ലാം മൊത്തത്തിൽ നമ്മൾ തിരിച്ചിട്ടു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. 27ഉം 3യും നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. 27ൽ 3 എത്ര ടൈംസ് ആണ്? 9 ടൈംസ് ആണ്. പിന്നെ ഇവിടെ ഉള്ളത് 9 × 4 ആണ്. അതാണ് ഇവിടെ 36. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദർ ആർ 36 സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. മനസ്സിലായല്ലോ? 27 സ്റ്റുഡൻസ് ആണ്, 3/4 ഉള്ളത്. 36 സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഫുൾ ക്ലാസ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ഓർമ്മ ഉണ്ടല്ലോ? ഇങ്ങനത്തെ ചോദ്യം നമുക്ക് എന്തായാലും എക്സാമിന് പ്രതീക്ഷിക്കാം. ഇനി അടുത്ത 2/3 of a bottle was filled with 1/2 liter of water. How many liters of water will the bottle hold? അപ്പോൾ ഒരു ബോട്ടിലിൽ 2/3, അതായത് ബോട്ടിലിൻ്റെ ഏകദേശം 2/3 ഒരു ബോട്ടിലാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ 3 ഭാഗം ഉണ്ടെങ്കിൽ 2/3 ടൈംസ് ഇത്രയും ഭാഗം നിറഞ്ഞിട്ടുണ്ട്. അത് 1/2 ലിറ്ററാണ്, 1/2 ലിറ്ററാണ്. നമ്മളോട് ചോദിക്കുന്നത് ഇത് മൊത്തത്തിൽ ഇനി ഫില്ല് ചെയ്യാൻ എത്ര വേണം, അല്ലെങ്കിൽ ആ ബോട്ടിലിന് എത്ര കപ്പാസിറ്റി ഉണ്ട് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 2/3 എന്ന് പറയുന്നത് 1/2 ലിറ്റർ ഓഫ് വാട്ടർ ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, the capacity of a 2/3 bottle is 1/2 liter. To find the full capacity of the bottle, we divide 1/2 by the fraction 2/3. ഇപ്പോൾ നമ്മൾ 1/2നെ ഡിവിഷൻ ചെയ്യാൻ 2/3. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിവിഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നേരെ ഓപ്പോസിറ്റ്, ഡിവിഷൻ ഇൻറ്റു ആക്കുക. ഇവിടെ 2/3 എന്നുള്ളത് 3/2 ആക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, 1 × 3 3/4. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ ദ ബോട്ടിൽ വിൽ ഹോൾഡ് 3/4 ലിറ്റർ ഓഫ് വാട്ടർ. 3/4 ലിറ്റർ എന്ന് പറഞ്ഞാൽ 3/4 ലിറ്ററാണ്. അതായത് മൊത്തത്തിലുള്ള ആ ബോട്ടിൽ എന്ന് പറയുന്നത് 3/4 ലിറ്ററാണ്. വളരെ സിമ്പിളാണ് ഇങ്ങനത്തെ പ്രോബ്ലംസ് വന്നാൽ. ഇനി അടുത്ത 3/4 ഓഫ് ദ വെസൽ ഹോൾസ് 1/2 ലിറ്റർ ഓഫ് വാട്ടർ. വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് വെസൽ ഇൻ ലിറ്റർ ഇഫ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് വാട്ടർ? ഇതേപോലത്തെ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനെ പോലെ തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം 3/4 ഓഫ് ദ വെസൽ ഹോൾസ് 1/2. അപ്പോൾ 3/4 അതായത് 3/4 ഭാഗവും എത്രയാണ്? 1/2 ലിറ്ററാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ ഈ 1/2 ലിറ്ററിന് നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ് ഉള്ളത്, മിക്സഡ് ഫ്രാക്ഷനാണുള്ളത്. അതിനെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. അപ്പോൾ 1/2 എന്നുള്ളത് 1 × 2 2 + 1 അല്ലേ? 3/2 എന്ന് നമുക്ക് നോർമലാക്കി മാറ്റാം. അപ്പോൾ ഇവിടെ എത്രയാണ്? 1/2നെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി. അപ്പം 3/2 ആയി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് 3/2 എന്ന് കിട്ടി. ഇവിടെ 3/4 ആണുള്ളത്. 3/4ഉം 3/2 ആണുള്ളത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് 3/2 ഡിവൈഡഡ് ബൈ 3/4 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ 3/2 × 4/3. ഓക്കെ, 3യും 3യും നമ്മൾ കട്ട് ചെയ്തു. ഇവിടെ 4/2 ആണുള്ളത്. 4ൽ 2 എത്ര ടൈംസ് ആണ്? 2 ടൈംസ് ആണ്. അപ്പോൾ നമുക്ക് ആൻസർ എത്രയാണ്? 2 ലിറ്റേഴ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് ആ ഒരു ഇത് കാണിച്ചു തരാം. 3/2
ഇൻറ്റു 4/3 ആണ്. ഇവിടെ നമ്മൾ കട്ട് ചെയ്തു, 3യും കട്ട് ചെയ്തു. പിന്നെ ഇവിടെ ഉള്ളത് 4/2 ആണ്. 4/2 എന്ന് പറഞ്ഞിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 2. അതെന്ന് പറഞ്ഞിട്ട് എത്രയാണ്? ഈക്വൽ ടു ദാറ്റ് ഈസ് 2 ലിറ്റേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് അതിലെ അവസാനത്തെ കണക്ക് നോക്കാം. 2 of 3 ribbons of the same length and half the third ribbon were placed end to end. It came to 1 meter. What is the length of the ribbon in centimeter? അപ്പോൾ നമ്മൾ എഴുതാൻ 2 1/2 ലിറ്റർ, 2 1/2 റിബൺ അല്ലേ? 2 1/2 ribbon. The total length is from 2 full ribbons and half of third ribbon, which is total 2 1/2 ribbon, 2 1/2 times the length of 1 ribbon. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെന്താ ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് ആക്കണം. 2 1/2നെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലാക്കിയാൽ 2 1/2, 2 × 2 4, 4 + 1 5, 5/2 മീറ്റേഴ്സാണ്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിനെ 100ലേക്ക് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? 5/2 ടൈംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ടാവുമ്പോൾ എന്തായിരിക്കും? 2/5 ആയിരിക്കും അല്ലേ? പാർട്ടാവുമ്പോൾ 2/5 ആയിരിക്കും. ടൈംസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിനെ പാർട്ടാകണമെങ്കിൽ നേരെ ഓപ്പോസിറ്റ് എടുത്താൽ മതി, 2/5. ഇനി നമുക്ക് അതിൻ്റെ മീറ്ററിലാണ് കാണേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ 2/5 × 100 ചെയ്താൽ മതി. 5ൽ 100ൽ 5 20 ടൈംസ് ആണ്. അപ്പോൾ 2 × 20 ദാറ്റ് ഈസ് 40 സെൻറ്റിമീറ്റർ. ഓക്കെ, മനസ്സിലായല്ലോ? ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ റിബൺ ഇൻ സെൻറ്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? 2 of 3 റിബൺസിൽ സെയിം ലെങ്ത്ത് ആൻഡ് ഹാഫ് ദ റിബൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 2 1/2 ആണ് നമുക്ക് കിട്ടിയത്. അതിന് നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലാക്കിയപ്പോൾ നമുക്ക് 5/2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ 5/2 ടൈംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പാർട്ട് കാണാൻ നമ്മൾ നേരെ തിരിച്ചു 2/5 ആക്കി അതിനെ നമ്മൾ സെൻറ്റിമീറ്ററിൽ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 100 കൊണ്ട് ഇൻറ്റു ചെയ്തത്. അത് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 20 കിട്ടി. 40 സെൻറ്റിമീറ്ററാണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പേജ് നമ്പർ 67 ആണ് ഫുള്ളായിട്ട് ചെയ്തത്. ഇനി നമുക്ക് ചെയ്യാനുള്ള പേജ് നമ്പർ 68 ആണ്. ഓക്കെ, പേജ് നമ്പർ 68.